ജയലക്ഷ്മി, ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ടാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിതീവ്ര മഴയ്ക്ക് ജില്ലയിൽ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഏതാണ്ട് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടെ തന്നെ ജില്ലയിൽ മഴ ആരംഭിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയൊന്നും ജില്ലയിൽ പെയ്യുന്നില്ല. എങ്കിൽ പോലും തീരദേശ മേഖലയിലും നഗരമേഖലയിലും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും മഴ പെയ്യുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള മഴയാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ ഒരു മഴയിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ജാഗ്രത വേണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത്, വടകര താലൂക്കിൽ ഇന്ന് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ, മദ്രസകൾ, അതോടൊപ്പം തന്നെ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ മഴ ശക്തിപ്പെടാനുള്ള ഒരു സാധ്യത കൂടി പറയുന്നുണ്ട്. ഏതായാലും ജാഗ്രത പുലർത്തണം. നേരത്തെ തന്നെയും 2 ദിവസങ്ങൾക്ക് മുൻപ് മഴ അലേർട്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലയിലെ മലയോര മേഖലകൾ ഉൾപ്പെടെ അതിശക്തമായ മഴ പെയ്തിരുന്നു. ഇതിൽ പല പുഴകളും കരകവിഞ്ഞൊഴുകി സമീപത്തെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി അവിടുത്തെ കുടുംബങ്ങളെയൊക്കെ മാറ്റി പാർപ്പിച്ചിരുന്നു. എന്നാൽ 2 ദിവസമായി മഴ മാറി നിൽക്കുകയാണ്, കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുടുംബങ്ങളൊക്കെ തന്നെയും തിരിച്ച് വീടുകളിലേക്ക് പോയിട്ടുമുണ്ട്. ഏതായാലും ഉൾവനത്തിലൊക്കെയും ഉരുൾപൊട്ടുന്ന ഒരവസ്ഥ കൂടെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ മഴ രാവിലെ മുതൽക്ക് തന്നെ പെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ നിൽക്കുന്ന ഒരു മഴ തന്നെയാണ്. മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ സാധാരണഗതിയിലുള്ള ഒരു മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ സ്ഥിതി മാറിയേക്കാം. കൂടുതൽ ജാഗ്രത വേണം. അങ്ങനെ മാറുകയാണെങ്കിൽ ഭരണകൂടം മുന്നൊരുക്കങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ശരി അഞ്ജന, എന്തായാലും കോഴിക്കോടും അതിശക്തമായ മഴയൊന്നുമില്ല, പക്ഷെ നേരിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. റെഡ് അലേർട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. വടകരയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും അതിശക്തമായ മഴയില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്.